പുതിയ ഡേയ്സ് നമ്മൾ ഇന്ന് നമ്മൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര ദിവസം നമ്മൾ എക്സാമിൻ്റെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. കാരണം നമ്മൾ എന്താ വെച്ചാൽ കുറേ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ എക്സാമിന് ഓരോ എക്സാം ആയിട്ട് ഇങ്ങനെ ടഫാകുന്നതാണ്. സോഷ്യൽ കുറച്ച് ടഫായിരുന്നു, അതൊക്കെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ മാത്സ് ഒരു മീഡിയം ആണ്, വലിയ ടഫ് എനിക്ക് തോന്നിയില്ല. എന്നാലും ഒരു മീഡിയം ടഫ് ഉണ്ട്, അധികം ടഫ് തോന്നിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കമൻറ്റ് ചെയ്യുക. പൈസ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ എടുക്കാൻ പറ്റുമോ? പൈസ എല്ലാം ഒരുമിച്ച് എടുക്കാൻ വെച്ച് നമ്മൾ ഇന്നാണിപ്പോൾ ഒരു ഒഴിവ് കിട്ടി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച 2 എക്സാം ഉണ്ട്. ഫിസിക്സ് കെമിസ്ട്രി എക്സാമാണ്. ആ രണ്ടെണ്ണത്തിൻ്റെയും ഒരു അഭിപ്രായം നമ്മൾ പറയാനാണ് വീഡിയോ എടുക്കുന്നത്. ഇനി തിങ്കളാഴ്ചയാണ് എക്സാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ടൈം കിട്ടിയതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോ കിടക്കാം. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കെമിസ്ട്രീൻ്റെ എക്സാം എന്നൊന്ന് കമൻറ്റ് ചെയ്യാം. കെമിസ്ട്രിയുടെ എക്സാമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. കെമിസ്ട്രിക്ക് നമ്മൾ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഒരു റീസണും പിന്നെ അസെഷൻ എന്ന് പറഞ്ഞ സംഭവം കൊടുത്തിട്ട് ഒരു ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ 4 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. 4 മാർക്കിന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് വന്നിട്ടുള്ള ഒരു 2 മാർക്കിനാണ് എല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ 2 മാർക്ക് മുതൽ പിന്നെ ഏകദേശം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഒരു 4 മാർക്കിൻ്റെ 18ാമത്തെ ഒറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് A B ഓപ്ഷൻ കൊടുത്തിട്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏതൊക്കെ ഒന്ന് എഴുതാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്കൊന്നും അധികം ഒന്നും മനസ്സിലായില്ല. എത്ര പഠിച്ചിട്ട് നമുക്ക് എല്ലാം ടഫാകുന്നത് എന്താണെന്ന് നമുക്ക് തിരിയുന്നില്ല. കുറച്ചധികം നല്ലോണം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആണെങ്കിൽ പിന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതുന്നുണ്ട്. പിന്നെ ഒരു എക്സ്പീരിമെൻ്റ് എഴുതാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾ എഴുതിനോ എന്ന് കമൻറ്റ് ചെയ്യുക. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ നോക്കിയാൽ തന്നെ തിരിയും. യൂസിങ് ദ മെറ്റീരിയൽസ് ഗിവൺ ഇൻ ദ ബോക്സ് റൈറ്റ് ദ പ്രൊസീജിയർ ഓഫ് എക്സ്പീരിയൻസ് ദാറ്റ് പ്രൂവ്സ് ദ ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമ്മളെ ബോക്സിൽ സോഡിയം തയോസൾഫേറ്റ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ബോയിലിംഗ് ട്യൂബ്, സ്പിരിറ്റ് ലാമ്പ്, വാട്ടർ എന്ന് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചേർത്തിട്ടാണ് ഒരു എക്സ്പീരിയൻസ് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതാ കുറച്ച് ഈസി ആയിട്ട് തോന്നിയ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. പിന്നെ ഈസി ആയിട്ട് തോന്നുന്നത് നമ്മൾ പറഞ്ഞുതരാം. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, എങ്ങനെ ടഫാണോ ഈസി ആണോ? അതൊക്കെ കുറച്ച് ടഫായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ 6th ക്വസ്റ്റ്യൻ ആണ്. 6th ക്വസ്റ്റ്യൻ വലിയ ഒരു ടഫായിട്ട് തോന്നിയില്ല, അത് കുറച്ച് ഈസി ആയിരുന്നു. അപ്പോൾ അത് വരക്കാനൊക്കെ ഉള്ളതുകൊണ്ട്, പക്ഷെ വരക്കുന്ന 1 മാർക്കിനാണ്. പിന്നെ മാസ് നമ്പർ എഴുതാനും പറഞ്ഞാൽ അതൊക്കെ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ 2 ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ചില ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് ടഫായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇത്രയാണ് വന്നിട്ടുള്ളത്. പേപ്പർ 5 ഷീറ്റാണ് വരുന്നത്, 5 പേപ്പറാണ് വരുന്നത്, 5 ഭാഗമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് കെമിസ്ട്രീൻ്റെ ഒരു അവസ്ഥ എൻ്റെ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഫിസിക്സ് നോക്കാം. അപ്പോൾ ഫിസിക്സിൻ്റെ അവസ്ഥയാണ് നമ്മൾ പറഞ്ഞത്. ഫിസിക്സ് ആകുമ്പോൾ ഇങ്ങനെ സെക്ഷൻ 1 സെക്ഷൻ 2 എന്ന് വെച്ചാൽ അത് കെമിസ്ട്രിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഇത് ഫസ്റ്റ് തുടങ്ങുന്നത് സെക്ഷൻ A, സെക്ഷൻ 1 അല്ല, സെക്ഷൻ A, സെക്ഷൻ B, C, D, ABCD സെക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇതിലുള്ള ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഏകദേശം 4 തന്നെയാണ് നമ്മളെ 1 വേർഡ് ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യനാണ് വരുന്നത്. പിന്നെ നമ്മളെ വർക്ക് ആൻഡ് എനർജിയിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ ഒരു പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് മാത്രമല്ല, ഫസ്റ്റ് ചാപ്റ്റർ നേരെ ക്വസ്റ്റ്യൻ കുറച്ച് ചെറുങ്ങനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് പെട്ടെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്നാലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിസിക്സ് ഭയങ്കര ടഫൊന്നുമല്ല, പക്ഷേ കെമിസ്ട്രിയാണ് ഭയങ്കര ടഫ് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫിസിക്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മൾ ഇതുവരെ കഴിഞ്ഞ എല്ലാ പരീക്ഷൻ്റെയും ഒരു എങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് അറിയേണ്ടിയിട്ടാണ്. പിന്നെ വന്നിട്ടുള്ളത് ഒരു ഈസി ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ പറഞ്ഞുതരാം. 16th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നെയിം ദ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് മിൽക്കിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ലാക്ടോമീറ്റർ ആണ് ഫസ്റ്റ് A ക്വസ്റ്റ്യൻ വരുന്നത്. അത് ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. B ക്വസ്റ്റ്യൻ ഈസിയാണ്, C ക്വസ്റ്റ്യൻ ഈസിയാണ്. റൈറ്റ് ഡൗൺ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദീസ് ഡിവൈസ് B ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മളെ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ആണ്.
പിന്നെയാണ് സി ക്വസ്റ്റ്യൻ നെയിം അനദർ ഡിവൈസ് വർക്കിംഗ് ഓൺ ദ സെയിം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഹൈഡ്രോമീറ്റർ ആണ്. ഹൈഡ്രോമീറ്റർ റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യുന്ന ഒരു ഉപകരണമാണ്. സാധാരണ വന്നിട്ടുള്ളത്. പിന്നെ പിന്നെ നമ്മൾ ഏതാ ഈസി പോലെ തോന്നി, അധികം വേറെ ഒന്നും ഈസി പോലെ തോന്നിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞുതരാം. പിന്നെ അൺബാലൻസ്ഡ് ഫോഴ്സും ബാലൻസ്ഡ് ഫോഴ്സിൻ്റെ ഒരു വേറെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. എഫക്റ്റീവ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ നേരത്തെ ഇപ്പം വായിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ വായിച്ചാൽ എ പേഴ്സൺ അപ്ലൈസ് ഫോഴ്സ് ഓഫ് 500 Newton on an object. Person B also applies the same force in the same direction on that object. What is the effective force experienced by the object? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പിന്നെ ബി ക്വസ്റ്റ്യൻ വരുന്നത് is it a balanced force or an unbalanced force? Justify your answer. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്തിരുന്നു കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് വലിയ എനിക്ക് ടഫ് പോലെ തോന്നിയിട്ടില്ല, എന്നാലും കുറച്ച് ടഫാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇത്രയും ദിവസം ഏതെല്ലാം എക്സാം കഴിഞ്ഞ് വെച്ചാൽ ഹിന്ദി, മലയാളം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സോഷ്യൽ 6 എക്സാം നമ്മളെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ച നമ്മളെ ബയോളജി പിന്നെ ഇംഗ്ലീഷാണ് വരുന്നത്. അതിൻ്റെ വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ റൂമിൻ്റെ ഒരു ലുക്കൊക്കെ കാര്യങ്ങളൊക്കെ മാറ്റിയാണ്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവാനായിട്ട് ഒരു ക്രിസ്മസ് ഒപ്പന ആടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കാറൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ കാറ് കുറച്ചായി കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ നമ്മൾ ഇവിടെയായിട്ട് ഹോട്ട് വീൽസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മറ്റേ നമ്മളെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത്രയും നമ്മളെ റൂമിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് എടുത്താൽ പുതിയ